12th anniversary of ലുലു മോൾ കൊച്ചി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വളരെ 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. വിദ്യാഭ്യാസ രംഗത്തും രചനയുടെ രംഗത്തും ഇൻ ഓൾസോ ദ ഇൻഡസ്ട്രി ഓഫ് ലിറ്ററേച്ചർ മലയാളികളുടെ സ്വന്തം പ്രൊഫസർ MK സാനുമാഷ്. ലുലു മോളിൻ്റെ സാരഥിയായ യൂസഫ് അലി സാഹിബ് 2 പ്രാവശ്യം അദ്ദേഹത്തോടൊപ്പം പ്രസംഗിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. ഒന്ന് അബുദാബിയിൽ വെച്ചാണ്, മറ്റൊന്ന് ശിവഗിരിയിൽ വെച്ചാണ്. 2 സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ വീക്ഷണവും അദ്ദേഹത്തിൻ്റെ വാക്കുകളും വളരെ കൃത്യമായി എനിക്ക് അനുഭവപ്പെട്ടു. കൃത്യമായ അനുഭവം കാരണം ഞാൻ സ്വപ്നം കണ്ട ഏകലോകത്തിൻ്റെ സ്വരത്തിലാണ് അദ്ദേഹം എല്ലായിടത്തും സംസാരിച്ചത്. ആ സ്വരം ഞാൻ വീണ്ടും കേട്ടതിന് കഴിഞ്ഞ ദിവസം സുനിത വില്യംസൺ പറഞ്ഞ വാക്കുകളാണ്. 8 ദിവസത്തേക്ക് ബഹിരാകാശം നടത്തി 9 മാസം കഴിയേണ്ടി വന്നു. പറഞ്ഞു വന്നതിന് ശേഷം പറഞ്ഞ പല വാക്കുകളിൽ ഒന്ന്, അകർന്ന് നോക്കിയപ്പോൾ ഭൂമി ചെറിയൊരു 10-നേക്കാൾ ചെറിയ ഒരു ഗോളം മാത്രമാണ്. അവിടെ മനുഷ്യൻ പലതല്ല, രാഷ്ട്രങ്ങൾ പലതല്ല എന്നാണ്. ഇതിനകത്തോട്ട് കയറിയപ്പോഴും ഈ കടകളെ കാണുന്നത് എന്നെപ്പോലുള്ള ഒരാൾക്ക് വളരെ വിചിത്രമായ കാഴ്ചയാണ്. ഞങ്ങളുടെ കൊച്ചു കൊച്ചു കടകളാണ്. ഇത് കേരളം മുഴുവനല്ല, ലോകം മുഴുവൻ തന്നെ വ്യാപിച്ച ഒരു മഹാപ്രസ്ഥാനമാണ്. പ്രസ്ഥാനം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്, സ്ഥാപനം എന്ന വാക്കല്ല. പ്രസ്ഥാനം എന്ന് ഞാൻ പറയാൻ കാരണം ലോകം മുഴുവൻ വ്യാപിക്കുകയും ജനങ്ങളിൽ എത്രയോ പേർക്ക് തൊഴിൽ നൽകുന്നു, സഹായം നൽകുന്നു, മറ്റു പലതും നൽകുന്നു. അങ്ങനെ മനുഷ്യർ ഒന്നവർ എന്ന് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ഈ മഹത് സ്ഥാപനം വിളംബരം ചെയ്യുമ്പോൾ ഞാൻ സുനിത വില്യംസിനെ ഓർമ്മിച്ചു പോകുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ ജോലി നൽകുന്നുവെന്ന് മാത്രമല്ല, പലയിടത്തും ചെറിയ വിലകൾക്ക് കാറ്റ് വെക്കുന്നു. ആദായം ഉണ്ടാക്കുന്നതിനൊക്കെ പ്രധാനം ജനസേവനമാണ് എന്നത് മനസ്സിലാക്കി വയ്ക്കുന്നു. അങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ ഈ ഇടപ്പള്ളിയിലും വന്നു ചേർന്നത് എറണാകുളത്തുകാരുടെ മാത്രമല്ല, കേരളത്തിൻ്റെ മുഴുവൻ സൗഭാഗ്യം തിരുവനന്തപുരത്തിലുണ്ടെങ്കിൽ എന്ന് ഞാൻ കരുതുന്നു. കാരണം 12 വർഷത്തിനകം 22 കോടി ആളുകളാണ് ഇവിടെ വന്നു പോയിട്ടുള്ളത്. അത് ഒരു റെക്കോർഡ് തന്നെയാണ്, ലോകത്തിലെ വിസ്മയങ്ങൾ തന്നെയാണ്. ഗ്രൂപ്പ് പോലുള്ള സ്ഥാപനങ്ങൾ ആ സമാധാനത്തിന് ആവശ്യമായ ജനകീയ സൗഹാർദ്ദം സൃഷ്ടിക്കുന്നു എന്നുള്ളത് രചനാത്മകമായ ഒരു വലിയ നേട്ടമാണ്. ഇത് അഖിലലോക ജനങ്ങളെ സംയോജിപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാം ചിരകാല സ്വപ്നമായ ഒരു സമാധാനത്തിൻ്റെ വാഗ്ദാനമായി എന്നും ലോകത്തിൽ പരിരക്ഷിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. ലോകപ്രശസ്തമായ ഈ സ്ഥാപനം ഏറ്റവും വിദഗ്ധമായി നടത്തിക്കൊണ്ടുപോകുന്ന യൂസഫ് അലി സാഹിബ് ലോകം മുഴുവൻ പ്രശസ്തനാണ്. ഒരു രാജ്യത്തിൻ്റെ രക്തനാഡി എന്ന് പറയാവുന്നത് വാണിജ്യമാണ്. ആ വാണിജ്യ ലോകത്ത് അദ്ദേഹം അതുല്യനായ പ്രഗത്ഭനായി ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സാമർഥ്യം ഇത്രയും വലിയ സ്ഥാപനങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്രയും വിദഗ്ധമായും ആകർഷകമായും നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളതാണ്. ഇതിൽ നിന്ന് പ്രയോജനം കിട്ടുന്നത് ജീവനക്കാർ മാത്രമല്ല, ജീവനക്കാർക്ക് കിട്ടുന്നു, അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വരുന്ന ആളുകൾക്ക് കിട്ടുന്നു, രാജ്യത്തിന് മുഴുവൻ കിട്ടുന്നു. അങ്ങനെ ഒരു തരത്തിൽ അദ്ദേഹം ലോകസേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ രക്തനാഡി എന്ന് പറഞ്ഞത് ഒരു കവിയുടെ പ്രയോഗമാണ്. ധനരക്തനാഡി എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചിരിക്കുന്നത്. ആ രക്തനാഡി വളരെ ശാന്തമായും കുഴപ്പം കൂടാതെയും നടത്തിക്കൊണ്ടു പോകുന്നതിൽ ഏറ്റവും അധികം സാരഥിയായിട്ടുള്ളത് യൂസഫ് അലി സാഹിബ് ആണ് എന്ന് ഞാൻ മനസ്സിലാക്കി നേരത്തെ കേട്ടിട്ടുള്ളതാണ്. ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല.
അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാപനങ്ങൾ കണ്ടത് തന്നെയും എന്നെ ഒരു അത്ഭുത ലോകത്തിൽ എത്തിച്ചതായിട്ടാണ് ഈ വൃദ്ധന്, എനിക്ക് 98 വയസ്സായി, ഇന്ന് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ നൂതനമായ അനുഭവത്തിൻ്റെ ആവേശത്തോടു കൂടി ഈ സ്ഥാപനം മേൽക്കുമേൽ വളരട്ടെ എന്നും അതിൻ്റെ ലോകസേവനം കൂടുതൽ കൂടുതൽ വ്യാപകമാകട്ടെ എന്നും ആശംസിച്ചുകൊള്ളുന്നു. സ്ഥാപനത്തിൻ്റെ 12ാം വാർഷികമാണ് എന്ന് ഇപ്പോൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർമ്മിക്കുന്നത്. 22 കോടി ജനങ്ങൾ ഇവിടെ തന്നെ വന്ന് സാധനങ്ങൾ വാങ്ങുകയും കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന്, 22 കോടി, കേരളത്തിലെ ജനസംഖ്യ ഇല്ല, 22 കോടി ആളുകൾ ഇവിടെ വരികയും സാധനങ്ങൾ വാങ്ങിക്കുകയും അതിൽ നിന്ന് കൃതാർത്ഥത അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം പേരിൽ ഈ സ്ഥാപനത്തിന് വീണ്ടും മേൽക്കുമേൽ അഭിവൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും എൻ്റെ അഭിവാദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു.